നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നാളത്തെ ഗ്രഹണത്തെക്കുറിച്ചാണ്. അതായത് സെപ്റ്റംബർ മാസം 7-ാം തീയതി ഞായറാഴ്ച രാത്രി നടക്കുന്ന ചന്ദ്രഗ്രഹണത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതാണ്ട് രാത്രി ഒരു 9 മണിക്ക് ഗ്രഹണം തുടങ്ങും. അത് നാളെ ഏതാണ്ടൊരു അർദ്ധരാത്രി 1:30 മണി വരെ ആ ഗ്രഹണം നീണ്ടു നിൽക്കും. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണത്തിൽ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 3 കൂറുകാർക്കാണ് ഇതിൽ ദോഷം സംഭവിക്കുന്നത്. കുംഭം രാശിക്കാർക്ക്, കർക്കിടക രാശിക്കാർക്ക്, ചിങ്ങം രാശിക്കാർക്ക്. കുംഭം രാശിക്കാരെന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്തെ 2 പാദങ്ങൾ ചതയം, പൂരുരുട്ടാതി മുക്കാലും കൂടെ ചേർന്ന കുംഭരാശി. പിന്നെ അതുപോലെ തന്നെ കർക്കിടക രാശി എന്ന് പറയുന്നത് പുണർദത്തിൻ്റെ അവസാനത്തെ കാല് പൂയം ആയില്യം കൂടി ചേർന്ന കർക്കിടക രാശി. അതുപോലെ തന്നെ ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം ചേർന്ന ചിങ്ങരാശി. ഈ 3 കൂറുകാർക്കാണ് ഇത് ദോഷം സംഭവിക്കുന്നത്. ഗ്രഹണം സംഭവിക്കുന്നത് തന്നെ കുംഭരാശിയിലാണ്. അപ്പോൾ കുംഭരാശിയിൽ ചതയം, പൂരുരുട്ടാതി നക്ഷത്രങ്ങളിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചതയം, തിരുവാതിര, ചോതി നക്ഷത്രക്കാരും അതുപോലെ തന്നെ പൂരുരുട്ടാതിയുടെ അനുജന്മ നക്ഷത്രങ്ങളായിട്ടുള്ള പുണർദം, അതുപോലെ തന്നെ വിശാഖം തുടങ്ങിയ നക്ഷത്രക്കാരും ഇവരൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കൊക്കെ ചെറിയ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. പിന്നെ ചിങ്ങരാശിക്കാരും കർക്കിടക രാശിക്കാരും കുംഭരാശിക്കാരും കൂടെയൊക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കണം. അത്രയൊക്കെ ഉള്ളൂ ദോഷങ്ങൾ. വേറെ ഈ പറഞ്ഞു പെരുക്കുന്ന പോലത്തെ വലിയ ദോഷമൊന്നുമില്ല. പിന്നെ രാത്രിയിൽ ബ്ലഡ് മൂൺ എന്ന് പറയുന്നൊരു അത്ഭുത പ്രതിഭാസം അത് ദൃശ്യമാകും. അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ടൊരു ചെമ്പിൻ്റെ നിറത്തിൽ, അതായത് ചുവന്ന നിറത്തിൽ ഈ ചന്ദ്രനെ നമുക്ക് കുറേ നേരം കാണാൻ സാധിക്കും. അത് ഏതാണ്ടൊരു 11 മണിയാകുമ്പോൾ നമ്മൾ ആ പൂർണ്ണഗ്രഹണം, അർദ്ധരാത്രി 11 മണിക്ക് ഒരു പൂർണ്ണഗ്രഹണം സംഭവിക്കുമ്പോൾ നമുക്ക് ഈ ചന്ദ്രൻ്റെ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന പ്രതിഭാസം കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രഹണം കാണാതിരിക്കുകയാണ് നല്ലത്. ഒന്നാമത് ശനി രാശിയിൽ, ശനിയുടെ രാശിയായിട്ടുള്ള കുംഭരാശിയിലാണ് ഈ ഗ്രഹണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ശനിയുടെ രാശിയിൽ സംഭവിക്കുന്ന ഗ്രഹണമാണ് രാഹുഗ്രസ്ത ഗ്രഹണം. രാഹുവിന് വളരെ വിഷാംശം കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഒരു ഗ്രഹണം കാണാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലതെന്ന് ജ്യോതിഷപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. ഇത് അന്ധവിശ്വാസമാണെന്ന് നിങ്ങൾ കരുതുന്നു എന്നുണ്ടെങ്കിൽ, ശാസ്ത്രവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രഹണം കാണാം, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എൻ്റെ അഭിപ്രായം കാണരുതെന്നാണ്. ആ സമയങ്ങളിൽ ശിവഭജനം ചെയ്യണം. പറ്റുമെങ്കിൽ നാഗരാജാവിന് സർപ്പപ്രതിമയൊക്കെ കാഴ്ചവെക്കുന്നത് നല്ലതാണ്.